നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിൽ നിന്ന് ESPN ബ്രസീലാണ് അത്തരത്തിലുള്ളൊരു സാധ്യതയെക്കുറിച്ച് വാർത്ത ചെയ്തിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഒക്ടോബറിൽ ഇന്ത്യയിൽ വന്ന് കളിക്കുക, കൊൽക്കത്തയിൽ കളിക്കുക എന്നുള്ളതാണ് പ്ലാന്. CBF അതിൻ്റെ നെഗോസിയേഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന്. അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത കൂടി UOL പുറത്തു വിടുന്നുണ്ട്. 2030 വരെയാണ് ബ്രസീലിൻ്റെ കോച്ച് കാർലോ അഞ്ചലോട്ടിക്ക് ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളതെങ്കിലും റിസൾട്ട് കാണണം. CBF അത് കൃത്യമായിട്ടൊരു ഡെഡ് ലൈൻ പോലെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല. മറിച്ച് 2028 കോപ്പ അമേരിക്കയിൽ ടീം കപ്പടിച്ചിരിക്കണം. അങ്ങനെ ടീം കപ്പടിച്ചില്ലെങ്കിൽ കാർലോ അഞ്ചലോട്ടിയെ പുറത്താക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ UOLൻ്റെ റിപ്പോർട്ട്. CBF ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ തയ്യാറില്ലെങ്കിലും ഇൻറ്റേർണലി അത്തരത്തിലുള്ള ഒരു വ്യക്തത കാർലോ അഞ്ചലോട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് UOL റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇറ്റാലിയൻ ഫെഡറേഷൻ കാർലോ അഞ്ചലോട്ടി അവരുടെ കോച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ബ്രസീലിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്ന് കരുതാം. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ CBF പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രസീലിയൻ ജനത തന്നെ ബ്രസീലിയൻ ടീമിനോട് അത്ര ഒരു അടുപ്പമില്ലാത്തൊരു സ്ഥിതിവിശേഷം സമീപകാലത്തുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 2027 അതായത് അടുത്ത വർഷത്തെ ബ്രസീലിൻ്റെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ മാർച്ചിലും ജൂണിലുമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ അങ്ങോട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2027 മാക്സിമം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ബ്രസീലിൽ തന്നെ ടീം കളിക്കുക, പുറത്തു പോയി കളിക്കുന്നതിന് പകരം ബ്രസീലിൽ തന്നെ കളിക്കുക എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് കുറവുള്ള സിറ്റികളിലേക്ക് കൂടി മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അവിടെയുള്ള ജനങ്ങളുമായിട്ട് ടീമിന് നേരിട്ടൊരു ബന്ധമുണ്ടാക്കാനാണ് ഇതിലൂടെ CBF ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും മൊത്തത്തിലൊരു ഉടച്ചു വാർക്കലാണ് CBFൻ്റെ ലക്ഷ്യം. അതിൻ്റെ റിസൾട്ട് വരുമെന്ന പ്രതീക്ഷയിൽ ബ്രസീലിയൻ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.